എത്ര നേരം കൊണ്ട് കാത്തിരിക്കാന്നറിയോ? അമ്മൂമ്മ ചോദിച്ചു നിങ്ങൾ എവിടെ പോയെന്ന്. എന്താ ഇത്ര താമസിച്ചത്? ആപ്പിളോ? ഒന്ന് കാണിച്ചേ. ആഹാ, ഇത്ര ആപ്പിളോ? എന്തിനാ പിള്ളേർ ഇത്ര ആപ്പിൾ വാങ്ങിച്ചു? എത്ര രൂപയെ കാണും? അച്ഛനോട് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നല്ലോ. അച്ഛൻ ആവശ്യത്തിനുള്ള ആപ്പിൾ വാങ്ങിച്ചിട്ട് വന്നേരല്ലോ കടയിൽ നിന്ന്. പിന്നെ വീട്ടിൽ നിന്ന് പറക്കി. നിങ്ങൾ ഇവിടെ വേറെ രാജ്യത്തെല്ലാം പോയോ? പിന്നെന്തായാലും ഈ ടൈപ്പ് ആപ്പിളാണെങ്കിൽ ഈ കേരളത്തിലൊന്നും കിട്ടത്തില്ല. പിന്നെ ഏറ്റവും കൂടി വന്നു കഴിഞ്ഞാൽ മൂന്നാർ കിട്ടും, തണുപ്പുള്ള സ്ഥലങ്ങളിൽ. അതും ഇത്രയും വലുതൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ കടകളിലേന്ന് കിട്ടത്തുള്ളൂ. സത്യം പറ, നിങ്ങൾ ഏതെങ്കിലും കടയിൽ അടിച്ചു മാറ്റിയാന്നോ? അങ്ങനെ വഴിക്കുവാ. അല്ലാതെ ഇത് വീട്ടിൽ നിന്നൊക്കെ പറക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? പിള്ളേരെ ചുമ്മാ കളിപ്പിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കിയതാ. മലയുടെ താഴ്വാരത്താണെങ്കിൽ പിന്നെ വലിയൊരു കണ്ടം ഉണ്ടല്ലോ, വയല്. ആ വയലിന്റെ അക്കരെ ഒരു വീടുണ്ട്, തറവാട് പോലത്തെ വീടാ. അവിടെ ആണെങ്കിൽ അപ്പൂപ്പ മാത്രമേ ഉള്ളൂ ആ വീട്ടില്. ആ വീട്ടിൽ നിന്ന് പറക്കിയതാ ഞങ്ങളിത്. ഇഷ്ടംപോലെ മീൻ കിടക്കുക മുറ്റത്ത്. അങ്ങനെയാണ് പറക്കിയതാ, പറിച്ചത് പോലും അല്ല. പിള്ളേരെ എന്നോട് പറക്കിക്കാൻ വരല്ലേ. ഈ ചൂടുള്ള സ്ഥലത്ത് ആപ്പിൾ ഇതുപോലെ ഉണ്ടായെന്ന്. ഇതെന്തോന്ന് പറയാ നിങ്ങൾ? സ്വപ്നത്തിൽ നിന്ന് അങ്ങനെയാണോ നിങ്ങൾ? വല്ല കടയിൽ നിന്ന് വല്ല മോഷ്ടിച്ചെടുത്തായിരിക്കും. ഇത് അടിച്ചു മാറ്റുന്ന പരിപാടി തുടങ്ങി പിള്ളേരെ നിങ്ങൾക്ക് ഇപ്പൊ. വിശ്വസിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, മൂന്നാറോ പിന്നെ അങ്ങനെ വയനാടോ അങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിലും ആപ്പിൾ ഉണ്ടാകത്തുള്ളൂ. അത് തന്നെയല്ല, ഇത്ര വലിയ ആപ്പിൾ കിട്ടത്തുമില്ല. അവിടെ ചെറിയ ആപ്പിളുകളാ. ഇത്ര വലിയ ആപ്പിൾ നമ്മുടെ ഈ നാട്ടില് നമ്മുടെ ഈ നാട്ടിൽ എങ്ങനെ ഈ ഇത്ര വലിയ ആപ്പിൾ ഉണ്ടായി? നിങ്ങൾ ഈ പറഞ്ഞ് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്തായാലും അച്ഛൻ ഇങ്ങ് വരട്ടെ. തൽക്കാലം ഞാൻ അടുക്കള കൊണ്ട് വെക്കാം. അച്ഛൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ എന്താ വേണ്ടെന്നുള്ളത്. ഒരു സമയം അങ്ങോട്ട് വിളിച്ചോണ്ട് പോണാ വീട്ടിലോട്ട്, എന്നിട്ട് കാണിച്ചു കൊടുത്തല്ലേ. അയ്യോ കുട്ടുമനെ, ഞാനാണെങ്കിലേ ആ ഫോട്ടോ പുറത്ത് വെച്ചേക്കോ. അത് ഞാൻ എടുത്തിട്ട് വന്ന് ഇവിടെ ഒട്ടിക്കട്ടെ കേട്ടോ. ചേച്ചി, ആ ഫോട്ടോ നമ്മുടെ ഈ കുടുംബ ഫോട്ടോയുടെ അടുത്ത് ഒട്ടിക്കണേ. ആ ശരി, ഇതിന്റെ അടുത്ത് തന്നെ ഒട്ടിക്കാം. ആപ്പിളും കിട്ടി, ഫോട്ടോയും കിട്ടി. കുട്ടുമനെ നീ ഇവിടെ മാറിയില്ലടാ, ഞാൻ ഒട്ടിക്കട്ടെ അവിടെ. ഇവിടെ മതിയടാ കുട്ടുമനെ. പക്ഷെ കുറച്ച് ഭാഗമാണെങ്കിൽ ആ വാതിന്റെ അങ്ങോട്ട് കിടക്കുവന്നല്ലോ. ആ ശരി, നീ പറഞ്ഞു വാതിന്റെ ഇങ്ങോട്ട് കുറെ ഭാഗം കിടക്കുന്നു. ഓ കുഴപ്പമില്ല, നമ്മുടെ കുടുംബ ഫോട്ടോയുടെ അടുത്ത് തന്നെ ഒട്ടിക്കണമെങ്കിൽ ഇവിടെ സ്ഥലമുള്ളൂ. ഇവിടുന്ന് മാറ്റണോടാ കുട്ടു. എന്താ ഇവിടെ പരിപാടി? നീ എന്തിനാ സോഫയുടെ മുകളിൽ കയറിക്കുന്നേ? ആഹാ, അമ്മടിമോള് വന്നോ? എന്തിനാ ഇങ്ങനെ സോഫയുടെ മുകളിൽ നിർച്ചാടി നീ? ഏടാ കുട്ടുമനെ, അകത്തെ പറ്റിപ്പോയടാ. അമ്മടി ഇപ്പൊ കയറി വരുമെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അയ്യോ, ഇപ്പൊ ഒട്ടിക്കണ്ടായിരുന്നു ഫോട്ടോ അല്ലേ? അയ്യോ, അമ്മടി ചേച്ചി അറിയാം നമ്മൾ ഈ ഫോട്ടോ കൊണ്ടുപോകും. അമ്മടി ചേച്ചി കണ്ടു കാണും ഫോട്ടോ. എന്തോ രണ്ടുപേരുടെ കൊച്ചു വെച്ചിരിക്കുന്നത്? ഒന്നുമില്ല അമ്മേ. എന്തോ രണ്ടുപേരുടെ കള്ളത്തരം. ഞാൻ കണ്ടുപിടിച്ചില്ലെന്ന് വിചാരിച്ചോ? ഈ ഫോട്ടോ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നല്ലേ? ഫോട്ടോ അടിച്ചു മാറ്റിയെന്നോ? അപ്പൊ അതും തുടങ്ങിയ പരിപാടി. എന്തൊക്കെയാ പിള്ളേർ നിങ്ങൾ അടിച്ചു മാറ്റുന്നത്? ആപ്പിൾ അടിച്ചു മാറ്റുന്നു, ഫോട്ടോ അടിച്ചു മാറ്റുന്നു. അച്ഛനിക്ക് വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ മൂന്നുപേരോട് ചേർന്നിട്ട് ഈ അടിച്ചു മാറ്റല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. കിടക്കുന്നു. ഹലോ, രണ്ടുപേരും ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ ചേച്ചി? ഓ, ഒന്നും അറിയത്തില്ല. ഇഷ്ടംപോലെ ഫോട്ടോ കിടപ്പുണ്ടായിരുന്നു. എന്നോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, അതിൽ നിന്ന് ഒരു ഫോട്ടോ ഞാൻ എടുക്കത്തില്ലായിരുന്നു എന്റെ വീട്ടിൽ ഒട്ടിക്കാന്. എന്നിട്ട് നിങ്ങൾ എന്നോട് പറയാതെ ഈ ഫോട്ടോ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട് ഞാൻ അറിയാതെ ഇവിടെ കൊണ്ട് ഒട്ടിച്ചല്ലേ? എന്നോട് എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു നിങ്ങള്. അത് പിന്നെ സോറി അടി. അയ്യോ, ഞങ്ങൾ മറന്നു പോയി നിന്നോട് പറയാൻ. മറന്നു. എന്നാലും ഈ ഫോട്ടോ ഇവിടെ വെക്കണ്ട. ഞാൻ മറ്റേ ജനലിൽ അവിടെ കൊണ്ടുവയ്ക്ക്. ഈ വാതിലിന്റെ ഇങ്ങോട്ടേക്ക് ഭയങ്കര വൃത്തികേട് ആണല്ലേ? എനിക്കും തോന്നി വൃത്തികേടാന്ന്. ഇവിടുന്ന് എടുക്കാന്ന മാണ്ട കൂട്ടു. എടി, എവിടെ ഒട്ടിക്കാൻ നീ പറഞ്ഞേ? എടി, ആ സ്റ്റെപ്പേ കൂടെ കയറിയിട്ടെ ആ ജനലിന്റെ അപ്പുറത്ത് ഒട്ടിക്കുക. അവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അമ്മണി ഇവിടെ പോരെ? അവിടെ മതി, അവിടെ മതി. എടി സോറി അമ്മണി. ഇനി നമുക്കാണെങ്കിൽ അപ്പൂപ്പന്റെ വീട്ടിലാണെങ്കിൽ ആപ്പിൾ പറക്കാൻ പോകുമ്പോഴത്തേനും അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു തരാം നിനക്ക് വേണ്ടിട്ട് കേട്ടോ. അതെനിക്കറിയാം, നീ പറയേണ്ട ആവശ്യമില്ല. നീ ഫോട്ടോ എടുക്കാൻ എനിക്കറിയാം. ഹലോ അമ്മേ, എന്താ വിളിച്ചേ? മോളെ അമ്മണി, അമ്മയ്ക്കാണെങ്കിലേ ഇന്ന് മിക്കവാറും ലേറ്റ് ആവും വരാൻ കേട്ടോ. ബ്യൂട്ടി പാർലറാണെങ്കിൽ ഇന്ന് ഇഷ്ടംപോലെ ജോലിയുണ്ട്. ഒരു ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട്. രാത്രിയിലാണെങ്കിലേ ഒരു 12 മണി 1 മണി വരെ കാണുമായിരിക്കും. അതിൻ്റെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കാണെങ്കിൽ മേക്കപ്പ് കൂടുതലായതുകൊണ്ടേ സമയം കാണത്തില്ല വരാൻ കേട്ടോ. മിക്കവാറും ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും വെളുപ്പിനെ 3 മണിയൊക്കെ ആവും. മോളെന്തൊരു കാര്യം ചെയ്യാമോ? മോളെന്നൊരു കാര്യം ചെയ്യാമോ? കിങ്ങിനിയുടെ ഒക്കെ വീട്ടിലോട്ട് പോയി കിടക്കാവോ ഇന്നത്തേക്ക്? ആണോ? എന്നാ പിന്നെ മോളെന്ന് അവിടെ കിടന്നു കേട്ടോ. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അമ്മ അങ്ങോട്ട് വരാൻ വിളിക്കാൻ. ശരി മോളെ, ഓക്കെ ബൈ. അതിനെന്താ മോളെ, മോളിവിടെ കിടത്ത്. നാളെ രാവിലെ പോയാൽ മതി. എന്താ കാര്യം? എന്താ അമ്മയാണോ വിളിച്ചത്? അമ്മയ്ക്ക് ബ്യൂട്ടി പാർലറിൽ എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ വെളുപ്പിനെയൊക്കെ ആകുമെന്ന് പറഞ്ഞു വരാൻ. 3 മണിയൊക്കെ ആവുമെന്ന്. അതുകൊണ്ട് ഞാനിവിടെ കിടക്കാൻ പറഞ്ഞമ്മ. അമ്മയും നല്ല കാര്യം ചെയ്യും. കിങ്ങിനിയുടെ കുട്ടിന്റെ കൂടെ കിടക്കാൻ റൂമില് കേട്ടോ. കുട്ടുമൻ ഇനിയിപ്പോ നമ്മളെ ആരും ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. രാത്രി മൊത്തം ഇരുന്ന് മുത്തിയിരുന്ന് കളിയായിരിക്കും. അയ്യോ എന്റെ പൊന്നു കുട്ടുമൻ, എനിക്കൊന്ന് ഉറങ്ങണോടാ.
അവന്റെ സന്തോഷം കണ്ടോ, അമ്മടി ഇന്ന് ഇവിടെ കിടക്കും പറഞ്ഞപ്പോഴും. എന്നാ പിന്നെ മക്കളെ റൂമിലോട്ട് ചെല്ല്, എല്ലാരും ആഹാരം കഴിച്ചിട്ട് ഉറങ്ങാവൂ കേട്ടോ. അമ്മ എന്നാ ഞങ്ങൾ പോയേ ഫ്രഷ് ആവട്ടെ. ആ ചെല്ല്. ആരാ ആരാ ആരാന്നോ? ഇത് നിന്റെ കണ്ണു നടത്തില്ല ഞങ്ങളിവിടെ നിൽക്കുന്നേ. അത് ഞാനും ചോദിച്ചില്ലല്ലോ നിന്നോട്. പിന്നെ നീ ഇല്ല ഇപ്പൊ ആരാന്ന് ചോദിച്ചേ. ഓടി നീ പട്ടാന്ന് ഞാനൊന്നും ചോദിച്ചില്ല. ആ എന്തായാലും പോവാം മുറിയിലോട്ട്. ഇനി അമ്മ നീ കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നേ. ആ ഞാൻ വീട്ടിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടാ വന്നത്. അതല്ലേ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് നാട്ടില്ലേ. ആ എന്താ ഞാനൊന്ന് കുളിക്കട്ടെ. എടി നമുക്കൊന്നും തങ്ങില്ലേ കാർട്ടൂൺ എല്ലാം കാണാം ടിവിക്കകത്ത്. കാർട്ടൂൺ കാണാനോ? അപ്പൊ നമ്മളെപ്പോഴും ചേച്ചി കളിക്കുന്നേ? എടാ കുട്ടുമണി നമുക്ക് പിന്നെ കളിക്കട്ടെ, ആദ്യം കാർട്ടൂൺ കാണാം. നമുക്ക് ബോൾ കളിക്കാം ചേച്ചി. എടാ ആദ്യം നമുക്ക് കാർട്ടൂൺ കാണാന്ന്, പിന്നെ ബോൾ കളിക്കാം. ഏതെന്നറിയാം കാർട്ടൂണിനകത്ത് നമുക്ക് സ്പൈഡർമാൻ്റെ എന്തെങ്കിലും കാണാം. സ്ക്വിഡ് ഗെയിം കാണാം. ആ ശരിയാ സ്ക്വിഡ് ഗെയിം കാണാം. ഞാൻ റെഡി. അയ്യേ ഇതെന്തൊരു കുളിയാടിയത്, കാക്കക്കുളിയോ? നീ ഇപ്പൊ അങ്ങോട്ട് കയറിയല്ലോ, ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല അപ്പഴേ കുളിച്ചിറങ്ങിയോ? അയ്യോ അമ്മണി ചേച്ചി വന്നിട്ട് ഇങ്ങനെ ചേച്ചി ഇത്രയും പെട്ടെന്ന് കുളിച്ചിറങ്ങി, അല്ലെങ്കിൽ ആണെങ്കിൽ ഒരു മണിക്കൂറാ. അത് ശരിയാടി അമ്മണി, ഞാനാണെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും. ഇവനാണെങ്കിൽ എപ്പോഴും വഴക്ക് പറയും, ഇങ്ങോട്ട് ഇറങ്ങി ചേച്ചി എനിക്ക് മൂത്രം ഒഴിക്കണം ബാത്റൂമിൽ കയറണമെന്നൊക്കെ പറയും. ഞാനെങ്കിൽ അവിടെ കുളിയോട് കുളിയായിരിക്കും. നീ ഇപ്പൊ ഞാൻ ഉള്ളോണ്ടാ ഞാൻ പെട്ടെന്ന് ഇറങ്ങി. നമുക്ക് അതിന് കാർട്ടൂൺ കാണാൻ പറഞ്ഞില്ലേ? എന്നാ നമുക്ക് താഴോട്ട് പോകാം, കാർട്ടൂൺ കാണാം. അല്ല ആ ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയല്ലോ. താഴത്തെ മുറിയിലല്ലായിരുന്നു ഒട്ടിച്ച് വെച്ചിരുന്നേ, ഇപ്പൊ ഇവിടെ കണ്ട പോലെ എനിക്ക് തോന്നി. ഓ ചേട്ടാ എന്റെ തോന്നലായിരിക്കും. അവൻ അതോ അതിനപ്പുറം പറയും. ആരാ എന്തോ ആരാണെന്നോ? ഞാനൊന്നും പറഞ്ഞില്ല, നീ അല്ലേ പറഞ്ഞ ആരാന്ന്? നീ നേരത്തെ ഇതുപോലല്ലേ പറഞ്ഞത്? ആരാന്ന് ചോദിച്ചപ്പോഴത്തെ പറഞ്ഞു ഞാനാ പറഞ്ഞത് ആരാന്ന്. ഞാനും എന്തായാലും പറഞ്ഞു. ആരാ കണ്ടോ കണ്ടോ കേട്ടോ, ആരാ ഇപ്പൊ പറഞ്ഞത്? ആ ഞാനില്ലല്ലോ, നീ കണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലെന്ന്. ആരാ ഇടയ്ക്കിടയ്ക്ക് ആരാന്ന് ചോദിക്കുന്നേ? അതന്നെ ഞങ്ങളും തപ്പുന്നത്, ആരാ ഇടയ്ക്കിടയ്ക്ക് ആരാന്ന് ചോദിക്കുന്നേ? എടാ കുട്ടവനെ അപ്പൊ നീ വരെ കേട്ടില്ലേ? ആരാ എനിക്കും പേടിയാവുന്നു. ആരാ 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 എന്നെ കാണണോ എല്ലാവർക്കും? ഞാൻ പ്രേതമല്ല, യക്ഷി. എന്താ പിള്ളേരെ എന്തോ എന്നെ യക്ഷിനെ വിളിക്കുന്നു? എവിടെ ഞാൻ കാണുന്നില്ലല്ലോ. ആരാ പറയുന്ന കേട്ട് പക്ഷെ കാണുന്നില്ലല്ലോ. അമ്മ ആ സോഫയുടെ അടുത്തുണ്ട്. ആരാ നിങ്ങൾ ആരാന്ന് ഞങ്ങളോട് ചോദിക്കാതെ നിങ്ങൾ ആരാന്ന് ആദ്യം പറ. ആ എന്നെ കാണണോ? ആരാ നിങ്ങള്? ഞാൻ ഇപ്പഴാണ് നിങ്ങളെ കണ്ടത്. എന്താ നിങ്ങൾക്ക് ഇവിടെ കാര്യം? ഞങ്ങളുടെ വീട്ടിൽ കയറുന്നത് ആരാരും ചോദിക്കേണ്ട കാര്യം എന്താ? എന്നെ മനസ്സിലായില്ലേ, ഞാൻ യക്ഷി. യക്ഷിയോ? പിന്നെ ആഹാ, അപ്പൊ എന്റെ തനി സ്വരൂപം ഞാൻ കാണിച്ചു തരാം. നിനക്കൊക്കെ ആയിരുന്നു എന്നെ കാണണം കാണണം എന്ന് പറഞ്ഞത്. ഇല്ല, നിന്നെയൊക്കെ ഞാൻ വകവരുത്തും. ഇപ്പൊ അതിന് സമയമായിട്ടില്ല. തൽക്കാലം ഞാൻ മടങ്ങിപ്പോകുന്നു. അയ്യോ കണ്ടോ, ഇത് എവിടുന്ന് വന്നെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ.
കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഫോട്ടോയ്ക്കകത്ത് പുറത്ത് വരും, നമ്മളെ വക വരുത്തും. സമയമായിട്ടില്ലെന്ന് എന്നെ പറഞ്ഞത്. ഇപ്പൊ ആ ഫോട്ടോയ്ക്കകത്ത് തിരിച്ചു കയറിയേക്കുവാ. നമുക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ യക്ഷി നമ്മളെ വക വരുത്തും. ആന്റി നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, ആ ഫോട്ടോ എടുത്തും കളയാം. അതേ ഉള്ളൂ മാർഗം. ആ ഫോട്ടോ താഴെ വീണ് പൊട്ടിയോ? താഴെ വീണ് തന്നെ പൊട്ടിയതല്ല, കുട്ടുമ്പോ എന്തോ എടുത്തെറിഞ്ഞ് പൊട്ടിച്ചതാ. അയ്യോ 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 യക്ഷിന്റെ വരുന്നത്. അയ്യോ 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 അമ്മേ ആ യക്ഷി പോവാ അമ്മേ. പിന്നെ പോവണ്ടേ? അയ്യോ 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 കുട്ടുമോന്റെ പ്രയോഗം ഫലിച്ചല്ലോ. അതേടി കുട്ടുമോൻ ഈ ഫോട്ടോ എറിഞ്ഞ് പൊട്ടിച്ചപ്പോഴത്തേക്ക് ആ യക്ഷിയുടെ ശക്തി എല്ലാം ചോർന്നു പോയി. അതേ മോനെ, കുട്ടുമോനെ നമ്മളെല്ലാരും രക്ഷിച്ചത്. കുട്ടുമോൻ കീ ജയ്, കുട്ടുമോൻ കീ ജയ്. ആ ഫോട്ടോയുടെ അവശിഷ്ടങ്ങളല്ല ഞാൻ എടുത്ത് വെളി കളയട്ടെ. നിനക്കെന്തായാലും തക്ക സമയത്ത് അങ്ങനെ ബുദ്ധി തോന്നിയത്. നമ്മൾ പുറത്തോട്ട് കളഞ്ഞാലും ശരിയാത്തൊന്നുമില്ലായിരുന്നു. ഈ ചില്ല് പൊട്ടിയപ്പോഴാണ് അതിന്റെ ശക്തി പോയത്. ആ അതേമ്മേ. അയ്യോ ആന്റി പിന്നൊരു കാര്യം, ആ പാവം അപ്പൂപ്പൻ താമസിക്കുന്ന ആ വീട്ടിൽ തന്നെ ഇവരാ ഫോട്ടോ എടുത്തോണ്ട് വന്നത്. അത് യക്ഷിയുള്ള ഫോട്ടോ എന്നല്ലോ അത്. അയ്യോ ശരി അമ്മേ, പാവം അപ്പൂപ്പൻ മാത്രം ആ വീട്ടിൽ താമസം. ആ അപ്പൂപ്പൻ അറിയത്തില്ലല്ലോ ഇത് യക്ഷികളുടെ ഫോട്ടോയാണ്. ഇപ്പുറത്ത് ചായപ്പിലാ കിടക്കുന്നത്. ആ അപ്പൂപ്പൻ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ആ അപ്പൂപ്പന്റെ വീട്ടിൽ ചെന്നിട്ടെങ്കിൽ അപ്പൂപ്പനോട് പറയാം ഫോട്ടോസ് എല്ലാം എടുത്ത് കളയാൻ, അല്ലെങ്കിൽ ആ അപ്പൂപ്പനെ പിടിച്ചാലോ യക്ഷികള്. ആണോ മക്കളെ? അയ്യോ പാവം ഒറ്റയ്ക്കല്ലേ. പാവം അപ്പൂപ്പൻ അറിയത്തില്ലായിരിക്കും ഈ യക്ഷികളുടെ ഫോട്ടോ അവിടെ ഉള്ള കാര്യമൊന്നും. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. അമ്മ അപ്പൊ ഞങ്ങൾ ഈ ആപ്പിൾ മരം കാണിച്ചു തരാം, അപ്പൊ അമ്മയ്ക്ക് വിശ്വാസമാകുമല്ലോ. എന്നാ കാണിച്ചതാ. നമുക്ക് കുറച്ച് ആപ്പിളും കൂടെ പറക്കാം. ഓ ഭാവി ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഫോട്ടോസ് ഒന്നും എടുക്കാഞ്ഞത്. വേറെ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ ആന്റി? ഓ ഞാനെങ്കിൽ ഇവരോട് പിണങ്ങി, എന്നോട് പറയാതെ ഫോട്ടോ എടുത്തോണ്ട് വന്നേന്. ഞാനെങ്കിൽ എന്റെ വീട്ടിൽ ഒട്ടിക്കാനും ഫോട്ടോ എടുക്കുമായിരുന്നൊക്കെ പറഞ്ഞ് പിണങ്ങി. അയ്യോ ഭാവി ഇപ്പൊ ഞാൻ എടുക്കാഞ്ഞില്ലേ ആന്റി? പിന്നെ അല്ലാതെ അമ്മയുടെ വീട്ടിൽ ഈ യക്ഷിയുടെ ഫോട്ടോ കൊണ്ടുവച്ചായിരുന്നു അവിടെയും പണി കിട്ടിയേനെ. എന്നാ വാ നമുക്ക് ആ തറവാട്ട് വീട്ടിലോട്ട് പോകാം. ഇത് കണ്ടോ അമ്മേ, ഇതാണ് ആ തറവാട് വീട്. ആഹാ ഈ വീടോ? ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. വാ നമുക്ക് അകത്തോട്ട് പോവാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആദ്യം അമ്മ ആ ആപ്പിൾ മരം കൊണ്ട് കാണിക്കാം, എന്നിട്ട് മതി ബാക്കി കാര്യം. ഞങ്ങളെ ഒന്ന് അവിശ്വസിച്ചില്ലേ അമ്മ? ആ അത് മാത്രം ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് നേരിട്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അയ്യോ ചേച്ചി ആപ്പിൾ പറക്കാനും നമ്മൾ കവർ എടുത്തില്ല. എടാ അത്രയ്ക്ക് ആപ്പിളൊന്നും പറക്കൊന്നും വേണ്ട, ഇഷ്ടംപോലെ നമ്മൾ പറക്കിക്കൊണ്ട് പോയില്ലേ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേറെ ദിവസം ഒന്ന് പറക്കാം. ഇപ്പൊ ഒരു 5-6 പറക്കിയാൽ മതി, കയ്യെ പിടിച്ചോണ്ട് പോകാം. ഫോളോ മീ. മതി മതി നാടകം, കുറെ നേരമായല്ലോ. അയ്യോ അമ്മ ഇനി പറഞ്ഞാൽ വിശ്വസിക്കത്തുമില്ല. ആന്റി ഞങ്ങൾ ഇന്നലെ ഇഷ്ടംപോലെ ആപ്പിൾ പറക്കി, ഇന്നലെ ഇതിന്റെ ചവിട്ടിന്ന്. ഞാൻ മുകളിലാണ് ഇഷ്ടംപോലെ നിപ്പുണ്ടായിരുന്നു ഈ മരത്തില്. പിള്ളേരെ കളിച്ചത് മതി കേട്ടോ, ബാക്കിയുടെ ഒരു വിട്ടികളാക്കല്ലേ. ഇത് ഈ മാവല്ലേ പിള്ളേരെ? മാവിനകത്ത് എങ്ങനെ മാങ്ങയാണോ ഉണ്ടാകുന്നത് ആപ്പിളാണോ ഉണ്ടാകുന്നത്? അയ്യോ ഇത് മാവായോ ഇപ്പം? അമ്മ സത്യമായിട്ട് ഇന്നലെ ഇത് ആപ്പിൾ മരമായിരുന്നു, ഇഷ്ടംപോലെ ആപ്പിൾ കിടപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ പറക്കുകയും ചെയ്ത്. ഇതിന്റെ മുകളിലായി ആപ്പിൾ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടതാ. ഇതെങ്ങനെ ഇന്ന് മാവായിട്ട് മാറി? എനിക്കൊന്നും അറിയത്തില്ല. വാ എന്തായാലും നമുക്ക് ആ അപ്പൂപ്പനെ പോയി കാണാം. അപ്പൂപ്പോ അപ്പൂപ്പാ, അപ്പൂപ്പൻ ചിലപ്പോ ഉറപ്പായിരിക്കും അകത്തിടുന്നത്. അയ്യോ പിന്നെ എങ്ങനെ നമ്മൾ ഇനി ശല്യം ചെയ്യും? നമുക്കത് ആ അപ്പൂപ്പനെ ഉണരുന്ന വരെ ഇവിടെ അങ്ങനെ ഇരിക്കാം. പാവല്ലേ, ഉറക്കത്തിൽ ശല്യം ചെയ്ത് ശരിയല്ലല്ലോ. ആ ശരി അമ്മ, നമുക്ക് ഇവിടെ അങ്ങനെ ഇരിക്കുന്ന. നമുക്ക് കളിക്കാം ചേച്ചി. നിങ്ങൾ എല്ലാവരും ഭിത്തിയിലോട്ട് നോക്കിക്കേ. അയ്യോ അപ്പ അപ്പൂപ്പന് പ്രേതമായിരുന്നോ? കൊള്ളാം, നിങ്ങൾ നല്ല സ്ഥലത്താ വന്ന് കയറിയത് കേട്ടോ. ഈ അപ്പൂപ്പനെന്തോ നിങ്ങൾ ഇന്നലെ ജീവനോടെ കണ്ടത്? ആ നമ്മ ഈ അപ്പൂപ്പ ഇന്നലെ ഞങ്ങൾ ജീവനോടെ കണ്ടത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കാണെ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്ത്. ഞങ്ങളോട് പറഞ്ഞു ആപ്പിൾ പറക്കിക്കോളാൻ. എന്തൊക്കെയായിരുന്നു അറിയോ പറഞ്ഞത്? ആപ്പിൾ പറക്കിക്കോ. ആദ്യം ഞങ്ങളെ വഴക്ക് പറഞ്ഞു, ഇതിന്റെ ആരും ചോദിക്കാതെ എടുത്തെന്നൊക്കെ വെറുതെ പറഞ്ഞു കേട്ടോ. പിന്നെ പറഞ്ഞ് പറക്കിക്കോളാൻ പറഞ്ഞു. പിന്നെയാണ് ഞങ്ങളോട് പറഞ്ഞ് തൈല് വാങ്ങി എടുത്തോണ്ട് വരാൻ പറഞ്ഞു അപ്പുറത്ത് ചായപ്പിന്ന്. ഞങ്ങൾ തൈലെടുക്കാൻ പോയപ്പോഴത്തേക്കാണ് മറ്റേ യക്ഷിയുടെ രൂപമല്ല യക്ഷിയുടെ ആ ഫോട്ടോ കണ്ടത്. 3-4 ഫോട്ടോസ് ഉണ്ടായിരുന്നു അവിടെ. അതിലൊരു ഫോട്ടോ ഞാനും കുട്ടുമോനും എടുത്തത്. ഈ ദൈവമേ, അപ്പൊ ഇതായി പ്രേത വീടാന്ന് തോന്നുന്നു. ഓടിക്കാമേ. എടാ കുട്ടുമോനെ, നീ മേലോട്ട് നോക്കി വായ പൊളിച്ച് നീ നിനക്ക് സ്ഥലം വിടാൻ നോക്ക്. അയ്യോ ഓ ഇത്ര ഓടുണ്ടായിരുന്നു എനിക്ക് വയ്യേ. നമ്മള് കുറെ ആരും വരുത്തൊന്നുമില്ല. എന്തായാലും ആ യക്ഷി ഇല്ലാതാക്കി. ഇവൻ എന്തിന് ഇത്രയും പേർ ഓടിയത്? നിങ്ങളെല്ലാവരും ഓടുന്നുണ്ടല്ലോ, ഞാൻ ഓടിയത്. എന്തായാലും ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ആ ആപ്പിൾ കൊണ്ടുവന്നില്ല നിങ്ങൾ, അത് മൊത്തം എടുക്കാൻ കളയാം നമുക്ക്. അത് ഒരെണ്ണം പോലും എടുക്കണ്ട. അമ്മ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ അമ്മ, ഒരെണ്ണെങ്കിലും കഴിച്ചു നോക്കട്ടെ അമ്മേ. നിങ്ങൾ കണ്ടാന്നില്ല അവിടെ ആ പ്രേത വീട്, യക്ഷികളുടെ വീട് അത്. ആ അങ്ങനെ കണ്ടില്ലേ? അയാളും പ്രേതം, എല്ലാം പ്രേതം. ഒന്നും നമുക്ക് എടുക്കണ്ട, അവിടുത്തെ സാധനങ്ങളൊന്നും വേണ്ട. ആ എനിക്ക് മനസ്സിലായി, നിങ്ങളൊക്കെ പറഞ്ഞൊക്കെ സത്യമായിരുന്നു. ആ എല്ലാം മിഥ്യാധാരണയായിരുന്നു. അതായത് അവിടെ ആപ്പിൾ മരം ഒന്നും ഇല്ലായിരുന്നു, നിങ്ങളെ വെറുതെ കളിപ്പിച്ചതാ പ്രേതം. ഇതൊക്കെ ആപ്പിൾ തന്നെ ഈ പ്രേതത്തിന്റെ ആപ്പിൾ അല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒന്നും എടുക്കണ്ട. ശരി ആന്റി പറഞ്ഞത്. അവിടെ എനിക്ക് ആപ്പിൾ മരം പോലും ഇല്ല ഇപ്പം. ആപ്പിളും ഇല്ല, ആപ്പിൾ മരം ഇതൊന്നും ഇല്ല. നമുക്ക് എന്തായാലും ആപ്പിൾ വേണ്ട, എടുത്ത് കളയുന്നത് നല്ലത്. അമ്മടി ആ ആപ്പിളിങ് എടുത്തോണ്ട് വാ. ആന്റി ഇതിലൊരു വെയിറ്റും ഇല്ല. അയ്യോ ഇതിൽ ആപ്പിളൊക്കെ അവിടെ പോയി, ആപ്പിളൊന്നും ഇല്ലല്ലോ. കണ്ടോ ഇപ്പൊ മനസ്സിലായി, എല്ലാം ആ യക്ഷിയുടെ കളികളായിരുന്നു.